ലോഡ് എടുക്കുന്ന സമയത്ത് അത് തിരിച്ച് മാറിക്കോളും. ഇപ്പം നമ്മൾ സ്വിച്ച് ഓഫ് എടുത്ത് ചെയ്യാത്തതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അവരുടെ ഡിസ്പ്ലേ ടൂളിൽ അത് കാണിക്കണം, അത് വാണിങ് വരും. ഡിസ്പ്ലേ ടൂവിൽ ഇത് തിരിഞ്ഞ് പോകണമെങ്കിൽ അതിൻ്റെ വാണിങ് കാണിക്കട്ടെ. കുഴപ്പമില്ല, ചെയ്യുമ്പോൾ ഇവിടെ സെർവറെ വിളി കഴിയും, തിരിച്ചെടുത്ത് തിരിച്ച് വലിച്ചു നോക്കണ്ട ഷാനെ സീരിയസായിട്ട് വരുന്നുണ്ടോ? ചെയ്യുമ്പോഴത്തേക്കുണ്ടാവും വണ്ടി ഏകദേശം നമ്മൾ മാറ്റി വെക്കുന്നിടം അഴിക്കാൻ ഓഫ് മുതൽ തിരിച്ച് ഫീൽഡ് സർവീസിൽ വരുന്ന പേരുള്ള എനർജി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജി ഇൻകംപ്ലീറ്റ് നല്ലൊരു എറർ വരും. ഇവിടെ അപ്പൊ ലോസ് എത്രയാണ് കുറഞ്ഞു പറയുന്നത്? 6% ഇപ്പൊ 6% കുറഞ്ഞു. ആണോ സർട്ടിഫൈ ചെയ്യാൻ ഇപ്പം എല്ലാം ഇവർ നോക്കുന്നു. വിളിച്ചു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അറിയാമല്ലോ അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേഷൻ ഇതിനകത്ത് അറിയാമല്ലോ. കമ്മ്യൂണിക്കേഷൻ ഓണെന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് എന്താ സംഭവം? കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സിം ബേസ് അല്ല, സിം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡേറ്റ സൈറ്റ് വഴി നമ്മൾ അപ്ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺ ആവുന്ന സമയത്ത് തന്നെ ഇത് മറ്റേ അപ്ഡേഷൻ ഇതാക്കി വെച്ചേക്കണം. ഫോട്ടോ എടുക്കുക, ഓൺ ചെയ്യുക, ഫോട്ടോ എടുക്കുക, അപ്ലോഡ് സബ്മിറ്റ് കൊടുക്കുക, അപ്രൂവ് ചെയ്യുക. അത് ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്കാൻ ചെയ്ത് വെച്ചു. ഫോട്ടോ അപ്ലോഡ് ചെയ്യണത് ആ സമയത്ത് അല്ലേ ബാക്കിയെല്ലാം ചെയ്ത് വെച്ച് ഡേറ്റ കൊടുക്കുന്നില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ കിടന്ന് ഇതേ പാറ്റേണിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ D13 എന്ന് പറഞ്ഞ ടെർമിനലാണ് ആദ്യം കിടന്നത്. D115 ആണ്. നിങ്ങളുടെ ചിലപ്പോൾ D115 ആയിരിക്കും, 15 ആയിരിക്കും ആദ്യം കിടക്കുന്നത്, 13 ഇറങ്ങി പോകുന്നതായിരിക്കും. എങ്ങനെയാണ് കിടക്കുന്നത്? അത് കിടക്കുന്ന സാധനം ഫസ്റ്റ് കിടക്കുന്ന സാധനം മെയിനിൽ കയറണം, സെക്കൻഡിൽ കിടക്കുന്ന സീറ്റിൽ ടെർമിനൽ റിവേഴ്സിൽ കിടക്കണം. ഇല്ലെങ്കിൽ റിവേഴ്സിൽ വരും. റിവേഴ്സിൽ വരുമ്പോൾ അത് ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏത് ബേസാണ് റിവേഴ്സ് ചെയ്യുന്നുള്ളത് പിന്നെ ഓരോന്നോരോന്ന് മാറ്റി നോക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിപ്പം ആസിറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ലിങ്ക് ചാർജ് ആക്കി ഇടുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം വേണം PT ഓണാക്കി, PT കൊടുത്ത് സപ്ലൈ വേണമെങ്കിൽ ഓണാക്കാം. PT കൊടുത്തു കഴിഞ്ഞാൽ മീറ്റർ ഓണാവും അല്ലേ? മീറ്റർ ഓണാക്കും. കൊടുത്തിട്ട് ചെയ്യുന്നല്ലേ?
നേരത്തെ നിങ്ങൾക്ക് കറണ്ട് 0 ആയത് തിരിച്ചു വന്നതൊക്കെ അറിയാൻ പറ്റുന്ന മീറ്റർ ഉണ്ടായിരുന്നത് അറിയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം PT കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ മീറ്റർ അങ്ങ് ഓണാവും. അപ്പോൾ ഓണാകുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അറിയാൻ പറ്റും. സീറ്റാണല്ലേ കൊടുക്കാൻ, സീറ്റ് കൊടുക്കാൻ രണ്ടും കൊടുക്കാൻ നിങ്ങളെന്താ പറയുന്നത്? ഇവിടെ ഇപ്പോൾ ക്ലാമ്പില്ലെങ്കിൽ ഫിൽറ്ററിൽ തന്നെ ആംബിയർ നോക്കി ചെയ്യുന്നത്. അല്ല അങ്ങനെ ചെയ്യുന്നത് നല്ലത്. ക്ലാമ്പ് ഉണ്ടെങ്കിൽ വോൾട്ടേജ് മൊത്തം കുഴപ്പമില്ല. അവൻ ഓണാക്കി നോക്കട്ടെ. കാരണം ഓണല്ലോ ലിങ്ക് ക്ലോസ് ചെയ്തിട്ട് പിന്നെ MCB അങ്ങ് അതാണ് ഡിസ്പ്ലേയിൽ കറണ്ട് കാണാം. ഫസ്റ്റ് അത് വെച്ചാൽ കഴിക്കും. താഴെ മേളിൽ ലൈറ്റ് ആയിരിക്കും. കാരണം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ലിങ്ക് ലൈറ്റ് സാധനം വെച്ച് ഇങ്ങനെ പൊക്കി അത് വെച്ചാൽ പൊക്കി കറക്റ്റായിട്ട് കൈ കൊണ്ടങ്ങനെ റേറ്റ് ചെയ്യും. ഫ്യൂസുണ്ട്. ഫ്യൂസില്ല നമ്മൾ സാധാരണ ഫ്യൂസ് ഇട്ടിട്ട് ഇടുന്ന ഫ്യൂസ് ഇടാണ്. ഇപ്പോൾ ഇവിടെ കാമ്പില്ലാത്തതുകൊണ്ട് ഡിസ്പ്ലേ വണ്ണിനകത്ത് നമ്മൾ ആംബിയർ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അല്ല അത് മാത്രമല്ല നെയിം പ്ലേറ്റ് എടുക്കാനാണോ? ഒറ്റ ഫോട്ടോയ്ക്കകത്ത് കിട്ടുമല്ലോ. വോൾട്ടേജ് 3 അത് കഴിഞ്ഞ് കറണ്ട് വരും. ഇപ്പോൾ നമ്മൾ കൊടുത്തു, അതാ കാണിച്ചു. അടുത്തേക്ക് കൊടുത്തു, നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ ഇതിനകത്തൊന്നും വോൾട്ടേജും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് പോകും. ഒരു സമയം വന്നിട്ടുണ്ട്. 2 ഒരേ സമയം യൂസ് ചെയ്യുന്ന ഓപ്ഷനുള്ള ഫോട്ടോ അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം കൊടുക്കും. ഫോട്ടോ ഇൻഷ്യലുള്ള ഫോട്ടോ ഒന്ന് എടുക്കുക. ഇതിന് KWS എടുത്ത് വെച്ച് പിന്നെ കറണ്ട് എടുത്താലും നിങ്ങളാണ് ഫോട്ടോ എടുത്തത്. സ്കാൻ ചെയ്യാനാണോ? QR എടുക്കാനാണോ? വേറെ എടുത്തു ശരിയാണെങ്കിൽ 0 അല്ലല്ലോ. 0 തിരിച്ചു പോകാൻ മുന്നോട്ട് പോകാൻ നമ്മൾ മെയിനായിട്ട് ഇതൊക്കെ നോക്കണം. സീക്വൻസ് കറക്റ്റാണോ നോക്കണം. ഇതിപ്പോൾ ആംബിയർ കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിനപ്പുറത്ത് കൊടുക്കും. അന്നേരം ചെറിയൊരു ആംബിയർ കാണിക്കും. അല്ല ആംബിയർ വന്നില്ല സാർ. KVH ഇപ്പോഴത്തെ റീഡിങ് ഇനിഷ്യൽ റീഡിങ് KVH KVARH 0 അടുത്ത് KVARH 0 KVARH അതും വേണം. KVARH വേണം. 0 പിന്നെ എക്സ്പോർട്ട് 0 ആണ് അല്ലേ? 5 മീറ്റർ സീറ്റ് റേഷ്യോ 5/5 അല്ലേ?
അല്ല ഇതിന്റെ ഡേറ്റ ഓൾറെഡി വെച്ച് അത് QR കിട്ടും. QR കോഡ് രണ്ടോടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കൊടുക്കണം. ഇവിടുത്തെ സീറ്റ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് മെയിൽ അയക്കണം. റേഷ്യോ അത് തന്നെ അതല്ലേ? ഈ മാസം അപ്പോൾ നീ ഒരെണ്ണം കൊടുത്തില്ല, അപ്പോൾ ചെറിയൊരു ആമ്പർ കാണിക്കും. ഇനി അടുത്ത ഇത് റിവേഴ്സലായി കിടക്കുന്നത് അത് പറയാൻ അത് നമുക്ക് ഇതിനകത്ത് വന്നെങ്കിലും ആ ഇതിപ്പോൾ മൂന്നോട് കൊടുത്ത് external feed ratio. RYB കാണിക്കും. അത് മാറ്റി കൊടുക്കണം. ചാനൽ സബ്മിറ്റ് കൊടുക്കും. മറ്റേ PT റേഷ്യോ ഇനി അടുത്തത് ഇതെടുക്കും. അടുത്ത ഡിസ്പ്ലേ ഇത് പ്രസ് ചെയ്താലേ പറ്റും. B0 എന്നിട്ട് ചെയ്യും. അതേപോലെ തന്നെ ക്ലാമ്പിലുള്ള ഷോട്ട് അല്ലല്ല PT റേഷ്യോ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ PT റേഷ്യോ മാത്രമേ നമ്മൾ റീഡിങ്ങിന് എടുക്കത്തുള്ളൂ സാർ. ഓരോ ആംബിയർ നോക്കുക, തിരിച്ചും അതേപോലെ തന്നെ ആംബിയർ നോക്കി അത് ഡിസ്പ്ലേ 1-നാണ് മുന്നോട്ട് പോയാൽ ഇയാളെ വെച്ചോ. ശ്രദ്ധിക്കേണ്ട നിന്റെ കൈ വോൾട്ടേജ് കറണ്ടുമായിട്ട് തട്ടരുത്. ഈ മെറ്റൽ കറണ്ട് അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ MCB കത്താലും ചിലപ്പോൾ നേരെ യാർഡിൽ നിനക്ക് പണി വരും. അവിടുത്തെ പീറ്റ് റെഡിയാക്കണം. അല്ല നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഓപ്പണായി ഇപ്പുറത്ത് എട്ടിയാലല്ലേ എപ്പോഴും ഇൻസ്റ്റലേഷൻ ഉള്ള ചെയ്യണം. അപ്പോൾ ബാക്കി ഫുൾ ഇത് വരും. ലിങ്ക് അയച്ച് ടൈറ്റ് ചെയ്ത് നോർമലായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാം. RYB ഫേസ് സെയിം തന്നെ, RYB ആംബിയറും സെയിം തന്നെ. അപ്പോൾ ഇൻ കേസ് RBY എന്നാണെങ്കിൽ നമ്മൾ ഇത് മാറി എന്നുള്ള അർത്ഥം. ഇതിപ്പോൾ കറക്റ്റ് വയറിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരേ ഇത് തന്നെ. വേറെ കാര്യങ്ങൾ പിന്നെ വേണമെങ്കിൽ വോൾട്ടേജ് ഒക്കെ കുറവില്ല. നമ്മൾ തുടക്കം എടുക്കുന്ന ആംബിയർ എല്ലാം സെയിം തന്നെയാണോ നോക്കുക. ഓക്സിലറി മാത്രം ഇച്ചിരി ഡിഫറൻസ് വന്നു. ഓക്സിലറി നോർമൽ ഓക്സിലറി അതിൻ്റെ മാത്രമേ അതിൽ വെക്കുന്നില്ല. ഓൾറെഡി വെച്ചു. ഇല്ലില്ല ഓക്സിജൻ നമ്മൾ വെച്ച് സമസ്ത വെച്ചു. സമസ്ത വെച്ചു. ഇവിടെ ഈ 1 2 3 ഉണ്ടോ അപ്പുറത്ത് ഒരു റാ കണക്ക് സാധനം വരുമ്പോൾ ഈ കറണ്ട് ഏതോ റാ കണക്ക് ഈ 1 2 3 കഴിഞ്ഞിട്ട് ഒരു റാ കണക്ക്. പിന്നെ രണ്ടാമത് ഈ 1 2 3 ഏതെങ്കിലും നമ്പർ ഇല്ലെങ്കിൽ അതിനകത്ത് ഏത് വയറാണ് നമ്മൾ അത് ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോക്കിയിട്ട് ബേസിക്കൽസ് നോക്കിയിട്ട് നമ്പർ ഇല്ലെങ്കിൽ പറഞ്ഞ വോൾട്ടേജ് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണ്. വോൾട്ടേജ് മിസ്സിംഗ് ആണ്. നമ്പർ ഇത് ഫുൾ ഇപ്പോൾ ലോഡ് ഉള്ളതുകൊണ്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ലോഡ് ഇല്ലെങ്കിൽ 1 2 അങ്ങനെ ഓടും. അങ്ങനെ കുറച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് നമുക്ക് പഴയ ദൂരം എടുത്ത് ഫസ്റ്റ് ഈ PT ലിങ്ക് അയച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഫ്യൂസ് ഊരി പക്ഷേ അതിനൊക്കെ നീ കറണ്ട് ഷോർട്ട് ചെയ്യുന്നത് നല്ലത്. ഇതിൽ നോക്കിയിട്ട് കറണ്ട് തീരാവുന്നോ നോക്കുക. ഫസ്റ്റ് ഇതിപ്പോൾ തിരിച്ചിടുക. ഒരെണ്ണം ഒരെണ്ണം രണ്ടോടെ ഒരുമിച്ച് വിടുക. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം കറണ്ട് കുറഞ്ഞോ നോക്കുക. പിന്നെ അടുത്ത ലിങ്ക് ഇളക്കുമ്പോഴേക്കും കറണ്ട് 0. ആ സമയത്ത് ഇവിടെ നോർമൽ ആംബിയർ കാണിക്കും. ഇത് ഡയറക്റ്റാണ്. ചില സബ്സ്റ്റേഷന് ഇത് കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഈ കണക്ട് ചെയ്തിട്ട് എങ്ങനെ വരും. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്യുമ്പോൾ ഇതും 0 ആവും. റാം ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്.